ഇഷൽ റൂഹ്, രചന തക്കുവാൻ ലുക്കു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു നിന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കറുത്ത ചെക്ക് ഷർട്ടും വെള്ളമുണ്ടും കയ്യിലൊരു സിൽവർ ബ്രേസ്ലെറ്റും അണിഞ്ഞുകൊണ്ട് സൺഗ്ലാസും വെച്ച് ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ട് സ്ലോ മോഷനിൽ നടന്നു വരുന്ന അജസാർ. ഇങ്ങർക്ക് സ്ഥലം മാറിപ്പോയോ? അതെന്താണ്? അല്ല, ഇനി വല്ല കല്യാണത്തിന് മറ്റോ പോകാൻ വേണ്ടി റെഡിയായതാണോ? അതുവരെ കാണാത്തൊരു മൊഞ്ചായിരുന്നു സാറിന്. ഗ്രൗണ്ടിൽ നിറഞ്ഞിരുന്ന പെൺകുട്ടികൾ അയാളിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. എടാ, നമ്മളിപ്പോ ആരായി? കണ്ടോ, അതാ ലുക്ക്. അല്ലാണ്ട് ഒരുമാതിരി. ഫീദ അത് പറഞ്ഞു നിർത്തിയതും ഫൈസി അവളുടെ മുഖത്തേക്ക് കൈമുട്ടുകൊണ്ട് വീശി ആംഗ്യം കാണിച്ചു. മിണ്ടാതിരിയടി പുല്ലേ. സാറിത് എങ്ങോട്ടാണ്? ഞാൻ കോളേജിലോട്ട്. നീയോ അങ്ങോട്ടല്ലേ? അതേലോ. അല്ല, ഇന്നെന്താണ് ഒരു മാറ്റം? ഒരു മാറ്റമൊക്കെ ആരാഗ്രഹിക്കാത്തത്? ഇന്ന് ഇലക്ഷൻ അല്ലേ, അപ്പൊ ഒരു പഞ്ചിന്. കണ്ണുകളിറുക്കി ഒരു മറുപടി കൊടുത്തുകൊണ്ട് സാറ് കയറിപ്പോയി. ഇതിപ്പോ കാൻഡിഡേറ്റ് അല്ലാത്ത അങ്ങേർക്ക് കിട്ടൂടാ മുഴുവൻ വോട്ട്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ, അവൻ്റെ ഒരു കണ്ടുപിടുത്തം. നിങ്ങൾ ക്ലാസ് കയറിക്കോ, വോട്ട് ചെയ്യാൻ നേരം ആവുമ്പോൾ ഇറങ്ങിയാൽ മതി കേട്ടോ. സക്രിയയുടെ മുന്നിലും ചെന്ന് പെടാൻ നിൽക്കണ്ട. പറഞ്ഞു മനസ്സിലായോ? ആ, എന്നാ ശരി, നീ വാടാ ഫൈസി. അങ്ങനെ ഞാനും ഫൈസിയും അർജുനും കൂടെ അവസാന റൗണ്ട് പ്രചരണത്തിനിറങ്ങി. അവിടെ എവിടെയും സക്രിയയെ കണ്ടില്ല. എടാ, അവനിനി എന്തെങ്കിലും പണിയൊപ്പിക്കോ? വല്ല എടാകുടത്തിനെ ഒപ്പിച്ചാ പിന്നെ സാറ് പറഞ്ഞൊന്നും ഞാൻ നോക്കില്ല, കേട്ടല്ലോ റൂഹേ. ഓരോ ക്ലാസ്സിൽ നിന്നും സ്റ്റുഡൻസ് വന്ന് ഓഫീസ് റൂമിൽ വോട്ട് ചെയ്യാൻ തുടങ്ങി. ഇഷയും ഫിദയും വോട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഡി, ഇവന് തന്നെയല്ലേ വോട്ട് ചെയ്ത്? എന്റെ പൊന്ന് റൂഹിക്ക, ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഹോ എടി, ഞാൻ ടെൻഷൻ കൊണ്ട് ചോദിച്ചതാണ്. ആ, എന്നാ നിങ്ങൾ ക്ലാസ്സിൽ പോക്കോ. അത് വേണോ? പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. പൈസി, നീ ഇവരെ ക്ലാസ് വരെ കൊണ്ടാക്ക്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ അറിയാം. ഇഷ, പറഞ്ഞതങ്ങോട്ട് കേൾക്ക്. സക്രി ഇതുവരെ എത്തിയിട്ടില്ല, അവൻ ക്യാമ്പസിൽ എവിടെയുണ്ട്, അതുകൊണ്ടാണ്. റൂഹിക്ക, സൂക്ഷിക്കണേ. ഏയ്, നീ പേടിക്കാതെ. അങ്ങനെ അവരെയും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ വരാന്തയിൽ നിന്നു. അവസാന റൗണ്ട് വോട്ടിന് അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ പടികൾ കയറി സക്രിയയും കൂട്ടരും വന്നു. ഒരു പുച്ഛം നിറഞ്ഞ ചിരി എനിക്ക് നൽകിക്കൊണ്ട് ഷർട്ടിന്റെ കൈ മുകളിലേക്ക് വെച്ച് നടന്നെടുത്തു. എന്താടാ, നീയൊക്കെ കരുതിയോ ഈ സക്രിയ ഒളിഞ്ഞിരിക്കുകയാണെന്ന്? ഇത്രയും നേരം വരാതിരുന്ന പിന്നെ എന്താ കരുതേണ്ടത്? അടക്കി പിടിച്ചുകൊണ്ട് ഫൈസി അത് പറഞ്ഞതും അവൻ ഫൈസിക്ക് നേരെ ചീറി. ഡാ മതി. ഇടക്കയറിയുന്നോണ്ട് ഞാൻ തടഞ്ഞു. ഈ ഇലക്ഷന്റെ വിജയം എനിക്ക് സ്വന്തമാണ്. ഇതിലൊരു ജയം മാത്രമേ ഉള്ളൂ, അത് ഈ സക്കറിയ ജോർജിന് സ്വന്തം. അല്ലാത്ത പക്ഷം ബാക്കി പറയടാ. ഫൈസി, നോ. ഫൈസിയുടെ നേരെ കൈവച്ച് ഞാൻ തടസ്സം സൃഷ്ടിച്ചു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം, ഒരൊന്നൊന്നര കാണൽ. അതും പറഞ്ഞ് അവൻ മുണ്ടുമടക്കി കുത്തി അകത്തേക്ക് കയറി. റൂഹേ, പോയി വാ. ഓഫീസ് മുറിൽ കയറിയതും ഞാനും അവനും പരസ്പരം മുഖാമുഖം നോക്കി നിന്നു. ഒരു ചെറുപുഞ്ചിരി അവന് നൽകിക്കൊണ്ട് ഞാൻ വോട്ട് ചെയ്തു. തിരികെ ഇറങ്ങിയപ്പോൾ പിന്നാലെ അവന്റെ വിളി കൂടെ ഉണ്ടായിരുന്നു. റൂഹ് മുഹമ്മദ്, അധികം സ്വപ്നം കാണലൊന്നും വേണ്ട. അപ്പൊ ശരി, ബാലറ്റ് പെട്ടി തുറക്കുമ്പോ ഇവിടെയൊക്കെ തന്നെ കാണണം. അവനധികം മറുപടി കൊടുക്കാൻ ഞാൻ പോയില്ല. ആ, നീ ഇവിടെയൊക്കെ തന്നെ കാണണം. എന്റെ മറുപടിയിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൻ നടന്നുപോയി. എടാ, ഒന്ന് പൊട്ടിച്ചു വരട്ടെ, ഞാൻ എന്റെ കൈ തരിച്ചു കയറുന്നു. വോട്ടിടൽ കഴിഞ്ഞില്ലേ? അളിയാ, ഒരെണ്ണം കൊടുക്കട്ടെ. നീ ഒന്ന് അടങ്ങു പൈസി. 2 ദിവസം, തിങ്കളാഴ്ച വരെ നീ ക്ഷമിക്ക്. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ നമുക്ക് കൊടുക്കാം. പിന്നീടുള്ള 2 ദിവസം ഞങ്ങൾക്കാർക്ക് ഉറക്കില്ലായിരുന്നു. എടാ, അവനെന്തിനും തരികിട ഒപ്പിക്കുമോ? തീർച്ചയായും ഒപ്പിക്കും. അതിൽ നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമ്മളെന്ത് ചെയ്യും? നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എന്നാലും എന്തൊരു ടെൻഷൻ അളിയാ. തിങ്കളാഴ്ച പതിവിൽ നേരത്തെ എല്ലാവരും കോളേജിലെത്തി. എടാ, ദോ വരുന്നു സക്രിയ. മുണ്ട് മടക്കി കുത്തി മീശയും പിരിച്ചുകൊണ്ട് അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ദാ റൂഹേ, തയ്യാറായിരുന്നു. ബാലറ്റ് പെട്ടി തുറക്കുമ്പോ 8 നിലയിൽ പൊട്ടാൻ. വിജയം എനിക്ക് സ്വന്തമാണ്, എനിക്ക് മാത്രം. അവന് ഒരു മറുപടിയും കൊടുക്കാൻ ഞാൻ നിന്നു. എനിക്ക് പുച്ഛം നിറഞ്ഞൊരു നോട്ടം തന്നിട്ട് അവൻ പോയി. ആപ്പിൾ തോട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടിയിരുന്നു. സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഓരോ ആപ്പിൾ കടിച്ചിരുന്നു. റൂഹേ, എനിക്ക് ടെൻഷൻ കയറുന്നുണ്ട്. ഇവരെന്താണ് റിസൾട്ട് പറയാത്തത്? വെരികിനെ പോലെ ഫൈസി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഹലോ സ്റ്റുഡൻസ്, ദി റിസൾട്ട് ഫോർ ദി നോമിനേഷൻ ഓഫ് അവർ ചെയർപേഴ്സൺ വിൽ ബി അനൗൺസ്ഡ് സൂൺ. എല്ലാവരും ഗ്രൗണ്ടിൽ എത്തേണ്ടതാണ്. അനൗൺസ്മെന്റ് കേട്ടതും ഫൈസി എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ വാ. എന്റെ ഫൈസി, നീ ഒന്ന് അടങ്ങ്. ഞങ്ങൾ നടന്നെത്തിയപ്പോഴേക്കും ഗ്രൗണ്ടിൽ കുട്ടികൾ തടിച്ചുകൂടിയിരുന്നു. അവരുടെ ഇടയിൽ കൂടി ഇരുവശത്തു നിന്നും ഞാനും സക്രിയും കയറി മുന്നിലേക്ക് നിന്നു. മൈക്ക് ഓണാക്കിയതിന്റെ ഇരപ്പ് ഗ്രൗണ്ടിൽ മുഴങ്ങി കേൾക്കും തോറും എല്ലാവരുടെയും നെഞ്ചിരിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ഹിയർ കംസ് ദി റിസൾട്ട്.
അടുത്ത അധ്യയന വർഷത്തെ ചെയർപേഴ്സണായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സക്കറിയ ജോർജിനെയാണ്. 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ച സക്കറിയക്ക് കോളേജിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. അനൗൺസ്മെന്റ് കഴിഞ്ഞതും എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അവന്റെ ഗ്യാങ്ങിലുള്ളവരുടെ ആർപ്പുവിളികൾ ഉയർന്നു. അതിനെ തുടർന്ന് ബാക്കിയുള്ളവരും തുടങ്ങി. എടാ ഇതെങ്ങനെയാണ് റൂഹേ? ഫൈസി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് കേട്ടതും ഞങ്ങളെ നോക്കി കൂവലും വിളിയും തുടങ്ങി. അവന്റെ ഗ്യാങ്ങിലുള്ളവർ അവനെ പൊക്കിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഗ്രൗണ്ടിന് നടുവിലായി നിർത്തി. പതിയെ ഒരു വിജയച്ചിരിയുമായി എന്റെ അരികിലേക്ക് അവൻ നടന്നെടുത്തു. എന്റെ ചെവിയോട് ചേർന്ന് നിന്ന് പറഞ്ഞു, കണ്ടല്ലോ, പറഞ്ഞതുപോലെ ഈ സക്കറിയ ജയിച്ചു. ഇനി ഇതെന്റെ സാമ്രാജ്യമാണ്. നീ വെറും വട്ട പൂജ്യം. ഇതെന്റെ ഒരു സ്വപ്നമായിരുന്നു. ഇത് പദവി മോഹിച്ചല്ല. നിന്റെ തോൽവി, എല്ലാവരുടെയും മുന്നിലുള്ള നിന്റെ നാണം കെട്ട മുഖം, അതൊന്ന് കാണാൻ വേണ്ടി തന്നെയാ ഈ സക്കറിയ തെണ്ടിത്തരം കാണിച്ചത്. ആരും അറിയാതെ ഇന്നലെ രാത്രി അച്ഛന്റെ മുറിയിൽ കയറി ബാലറ്റ് പെട്ടി ഞാനങ്ങ് മാറ്റി. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്ക് മുടിഞ്ഞ ആരാധകരാണ്. എനിക്ക് കിട്ടിയത് എന്റെ ഗ്യാങ്ങിലെ വെറും 8 വോട്ട്. പക്ഷേ എന്തു ചെയ്യാൻ, നിനക്ക് യോഗമില്ലാന്ന് കൂട്ടിക്കോ. രോഷം കൊണ്ട് ഞാൻ അവന്റെ കോളിൽ കയറി പിടിച്ചു. ഏയ് റിലാക്സ്. ഒരു ചെയർപേഴ്സന്റെ കോളിലൊന്നും കയറി പിടിക്കാൻ നീ വളർന്നിട്ടില്ല. ഞാനാണിതിൽ കളിച്ചത് മുഴുവൻ നിന്റെ തോൽവി കാണാൻ. കിടന്ന് കൂവിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഈ കോളേജ് സക്കറിയ ഭരിക്കും. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കാൻ പോയവനെ ഞാൻ കൈകൾ കൂട്ടി വിളിച്ചു. അതേ സക്കറിയ ജോർജ്, ഒന്ന് നിൽക്കണം. അവന്റെ അടുത്തേക്ക് പൊട്ടിച്ചിരിയോടെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഞാൻ നടന്നു. അതേ, നീ ഈ തെണ്ടിത്തരല്ല, ഇതിന്റെ അപ്പുറം കാണിക്കുന്ന എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ ഞാൻ നിന്നത്. നീ ഒരുപാട് മോഹിക്കണ്ട. നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിനക്ക് കിട്ടിയ ഈ പദവി നിനക്ക് നഷ്ടപ്പെടും. മനസ്സിലാവുന്നില്ല അല്ലേ? നീ കളിച്ച തെണ്ടിത്തരമാണെങ്കിൽ അതിന്റെ 10 ഇരട്ടി കളിക്കാൻ എനിക്ക് അറിയണം നായേ. അവൻ എന്റെ കോൾ കയറി പിടിച്ചു. ഏയ് റിലാക്സ്. നിനക്കുള്ള പണി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഈ തെണ്ടിത്തരം തന്നെ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നിന്റെ ഫോൺ ഞാൻ ചെറുതായിട്ട് അങ്ങ് ഹാക്ക് ചെയ്തു. നീ വിളിച്ച നമ്പറുകളും നീ പോയ സ്ഥലങ്ങളും നീ സംസാരിച്ച സംഭാഷണവും തെളിവ് സഹിതം എന്റെ പക്കലുണ്ട്. ആ പന്ന മോനെ, നീ കളിച്ച് എന്നോട് കളിച്ചു തുടങ്ങിയോ? ഏയ് സക്കറിയ, കൂൾ ഡൗൺ. ഇതൊന്നുമല്ല കളി വരുന്നതേ ഉള്ളൂ. നിനക്കുള്ള 8ന്റെ പണി കണ്ടോ? ഞാനത് പറഞ്ഞതും കോളേജ് ഗ്രൗണ്ടിലേക്ക് പോലീസ് ജീപ്പ് വന്നു നിന്നു. അത് കണ്ടതും അവൻ എന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു തള്ളി. സ്റ്റോപ്പ് ഇറ്റ്! പ്രിൻസിയുടെ ശബ്ദം കേട്ടതും അവൻ മാറിയിരുന്നു. സക്കറിയ, നിർത്തിക്കോ, നിനക്കൊരു അറസ്റ്റ് വാറന്റുണ്ട്. പ്രിൻസി അത് പറഞ്ഞതും പോലീസുകാർ മുന്നിലേക്ക് കയറി വന്നു. എന്തിനാണച്ചോ എനിക്ക് വാറന്റ്? അച്ഛനല്ല, ഞാൻ പറഞ്ഞുതരാം. അതിലൊരു പോലീസുകാരൻ മുന്നിലേക്ക് വന്നു. IPC സെക്ഷൻ 511 അറ്റംപ്റ്റ് ടു റേപ്പ്. പരാതി ലാസ്റ്റ് ഡേ ആണ് കിട്ടിയത്. അത് വിക്ടിം തന്നെ ഫയൽ ചെയ്താണ്. സോ കേസ് സ്ട്രോങ് ആണ്. കുറഞ്ഞത് പോയാൽ ഒരാഴ്ച കിടക്കുന്ന ഈ അകത്ത്. പിന്നെ ജാമ്യം എടുക്കാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ കോടതി. അയാളത് പറഞ്ഞതും അവന്റെ മുഖം രോഷം കൊണ്ട് വലിഞ്ഞു മുറുകി. നീ വലിയ ഡയലോഗ് അടിച്ചപ്പോ ഈ റൂഹ് മിണ്ടാതിരുന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഹാപ്പി ജേണി. ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. പിന്നെ അച്ചോ, ഒരു കാര്യം എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. അച്ഛന്റെ മുന്നിലേക്ക് ഞാൻ അവന്റെ ഫോൺ കോൾസും പ്ലാൻസുകളും നിരത്തി. എന്റെ പ്രവൃത്തികൾ കണ്ട് അവൻ നിന്ന് വിറക്കിയായിരുന്നു. അപ്പൊ സാറേ, ഇതിന് വകുപ്പ് എന്തെങ്കിലും ഉണ്ടോ? തിരിമറി നടത്തിയതിന് ഇവൻ അകത്തിരുന്ന സാറേ. പ്രിൻസിപ്പൽ അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചോ, ഇങ്ങനെ ഒരു പോലീസ് കേസുള്ള ഒരുത്തിനെ എങ്ങനെയാണ് ചെയർപേഴ്സണായി നിയമിക്കുന്നത്? ഫൈസി അത് ചോദിച്ചു നിർത്തി. സക്കറിയ ജോർജിനെ കോളേജിൽ നിന്നും 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ ഹി കനോട്ട് കണ്ടിന്യൂ ഇൻ ദിസ് പൊസിഷൻ. സോ റൂഹ് മുഹമ്മദ് വിൽ ബി അവർ ചെയർപേഴ്സൺ. അച്ഛൻ അത് പറഞ്ഞതും അവൻ പല്ലുകൾ ഇറുമ്പി നിന്നു. സക്കറിയ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഇതാരുടെ വിജയമാണെന്ന്? ഇനിയും ഇതുപോലുള്ള തെണ്ടിത്തരം കാണിക്കുമ്പോ മോൻ ഈ മുഖം ഓർക്കണം. അലറിക്കൊണ്ട് എന്റെ അടുത്തേക്ക് പാഞ്ഞവനെ പോലീസുകാരെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. അവനെയും കൊണ്ട് പോലീസ് ഗേറ്റ് കടന്നു. വീണ്ടും ആർപ്പുവിളികളും പടക്കം പൊട്ടിക്കലും ഉയർന്നു. ഹോ അളിയ, സമ്മതിച്ച്, നീ മുത്താടാ മുത്ത്. അത് പറഞ്ഞ് ഫൈസേന്റെ കവിളിൽ മുത്തം തന്നു.
എന്റെ കവളിൽ മുത്തം തന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അർജുൻ വന്ന് അവനെടുത്തിരുന്ന മുണ്ട് വലിച്ചു പറിച്ചുകൊണ്ട് ഓടി. ദാ പട്ടി തെണ്ടിത്തരം കാണിക്കുന്നോ? അർജുൻ ആ മുണ്ടും കയ്യിൽ പൊക്കിക്കൊണ്ട് ഓടാൻ തുടങ്ങി. അവിടെ കണ്ടൊരു മരത്തിന്റെ മറവിൽ ഫൈസി എന്ന് ഒളിച്ചു. അളിയ റൂഹെ എന്റെ മാന രക്ഷിക്കട. അവന്റെ പറച്ചിൽ കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ക്യാൻറ്റീൻ പോയി ചെലവ് നടത്തി. വൈകുന്നേരമായപ്പോൾ ഇഷയെ കൊണ്ട് യത്തീങ്കാനിൽ വിട്ടു. വാതിലുള്ള തട്ട് കേട്ട് ഞാൻ ഞെട്ടിയെണീറ്റു. രാത്രി ഒരു 7 മണി ആയിട്ടുണ്ട്. എന്താ കമരിയ? നിന്നെ ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട്. ആരാണ്? അതറിയില്ല, ഉസ്താദ് വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞാണ്. അവളത് പറഞ്ഞതും മുറി അടച്ചുകൊണ്ട് ഞാൻ താഴേക്ക് പോയി. ഫിദ? പടിയിറങ്ങുന്നതിനൊപ്പം ഞാൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ കലങ്ങിക്കിടന്നിരുന്നു. ഫിദ, നീ എന്താ ഈ നേരത്ത്? അവള് മാത്രമല്ല, ഞങ്ങളും ഉണ്ട്. എന്താ എന്താ എല്ലാരും കൂടി? റൂഹിക്ക് എവിടെ? ഇഷ, അത് എന്താടി കാര്യം പറ. അത് റൂഹിനൊരു ആക്സിഡന്റ്. ആ ഒരു കാര്യം കേട്ടതും എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നവരെ തോന്നി. എന്താ പറ്റിയത്? എവിടെ വെച്ച്? നീ വാ. അതും പറഞ്ഞ് അവൾ എന്റെ കയ്യിൽ പിടിച്ചോണ്ട് പോയി. ഫൈസിക്ക, ആരെങ്കിലും ഒന്ന് പറ, എന്താ സംഭവിച്ച്? കുറെ നടന്നപ്പോഴാണ് ഒരു കാറ് കിടക്കുന്ന കണ്ടത്. കാറിന്റെ അടുത്തെത്തിയതും എന്നോട് പിന്നിലേക്ക് കയറാൻ പറഞ്ഞു. ഞാൻ ഡോർ തുറന്നതും ആരോ എന്നെ വലിച്ച് അകത്തേക്ക് ഇട്ടു. പെട്ടെന്ന് പുറത്തുനിന്ന് വാതിലടച്ചു. എന്റെ കൈകളിൽ അയാൾ അമർത്തി പിടുത്തമിട്ടു. ആ ഇരുട്ടിലും എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആ കണ്ണുകൾ. റൂഫിക്ക. വിങ്ങിപ്പൊട്ടി ഞാൻ ആ നെഞ്ചിലേക്ക് വീണു. പേടിച്ചോ? ഞാൻ മരിച്ചുപോയി. എന്തിനാ എന്നെങ്ങനെ? ഞാൻ നിറമിഴിയാലെ ആ മുഖത്തേക്ക് നോക്കി. പരസ്പരം കണ്ണുകൾ ഉടക്കിയപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് പതിയെ അധരങ്ങൾ അടുപ്പിച്ചു. ഡാടാ മതി, ഇറങ്ങി മുന്നിൽ കയറിക്കേ. ഛേ, നീ എന്താടാ ഒളിഞ്ഞു നോക്കുമായിരുന്നോ? കൃത്യമായിട്ട് കൊളാക്കിക്കൊള്ളും. പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ബാക്കിൽ നിന്നിറങ്ങി മുന്നിലേക്കിരുന്നു. അപ്പോഴേക്കും ഫൈസിക്കയും കയറി മുന്നിലിരുന്നു. എന്റെ കൂടെ ഫിദയും കയറി. നമ്മൾ എങ്ങോട്ടാണ്? നമ്മൾ മാത്രമല്ല, അർജുൻ ലച്ചുകൊണ്ട് അവർ വഴിയിൽ നിന്ന് കയറിക്കോളും. എന്താണ് ഇവിടെ നടക്കുന്നത് റൂഹിക്ക? ഫിദ പറഞ്ഞു കൊടുക്ക്. നിന്നെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ പാർക്കിൽ പോയി. അവിടെ വെച്ച് ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. പിന്നെ നിനക്ക് ചെറിയ പണി കൂടി ആയിക്കോട്ടെ എന്ന് കരുതി അല്ലേ? ഫിദ അത് പറഞ്ഞു നിർത്തിയതും ഞാൻ ഏറ്റി വലിഞ്ഞ് അവനെ തലയിൽ 2 കൊട്ടുകൊടുത്തു. ആ അടങ്ങിയിരിക്കുന്ന പെണ്ണെ. റൂഹിക്ക, ഞാൻ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഉസ്താദിനോടൊന്നും പറഞ്ഞതുമില്ല. ഇത് ശരിയാവില്ല. നീ ഇങ്ങനെ തുള്ളാതെ. ഫിദ എന്നെ പിടിച്ച് ആരിയിരുത്തി. ഉസ്താദിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ കുറെ കയ്യും കാലം പിടിച്ചു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എന്റെ പൊന്നു പെങ്ങളെ, ഡ്രസ്സിന്റെ കാര്യല്ലേ, ദാ അത് നിന്റെ റൂം ആയിത്തരും. ഒരു മൂളലോടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. അതെ, ഇനി എന്താണ്? എവിടേക്കാ നമ്മൾ പോകുന്നത്? നമ്മൾ നേരെ ഊട്ടിക്കാൻ പോകുന്നു. ഈ കൊടുന്നണുപ്പിലോ? എന്റെ ഇഷ, ഞാൻ വേണമെങ്കിൽ അവരെ പിടിച്ച് പുറകിലെത്തി തരാം. അവന്റെ ചെവി നീ കടിച്ചു തിന്നോ. എന്റെ പുറകിൽ നിന്ന് എന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ പ്ലീസ്. കാർ ഒരു വശത്തേക്ക് പാർക്ക് ചെയ്തുകൊണ്ട് ഫൈസിക്ക ഡോറിന്റെ ലോക്ക് മാറ്റി. ഡാ ഇറങ്ങി പുറകെ കയറിക്കോ. ഫിദ നീങ്ങുവാ. അവളത് കേൾക്കാൻ നിന്ന പോലെ ചാടി ഇറങ്ങി മുന്നിൽ കയറി. പിന്നെ 2 എണ്ണം കൂടി പിന്നിരിക്കുന്ന കൊള്ളാം. എന്റെ മുന്നിൽ മിററുണ്ട് കേട്ടല്ലോ. ഒരു ശാസനയോടെ ഞങ്ങളെ നോക്കിയത് പറഞ്ഞതും പരസ്പരം നോക്കി ഒരു ചമ്മിയ ചിരി ഞങ്ങൾ ചിരിച്ചു. ആ തോളിൽ ചാരി ഞാൻ ഇരിപ്പ് തുടങ്ങി. ഫിദയും ഫൈസിയും കൈകൾ കോർത്തു പിടിച്ചിരുന്ന് റൊമാൻസ് കളിക്കുകയായിരുന്നു. അവരുടെ ഓരോ പരിപാടിയും ഞാൻ റൂഹിനെ വിളിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ചാരിക്കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഹൈ റേഞ്ച് കയറി തുടങ്ങിയപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ ആ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു വെച്ചിരുന്നു. 2 കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുകി കൂട്ടിയിടിക്കുന്ന പല്ലുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഇട്ടിരുന്ന സ്വെറ്റർ ഊരി എനിക്ക് തന്നു. ഒരു മറുപടി പോലും കൊടുക്കാതെ ഞാനത് വാങ്ങിയിട്ടു. കൈകൾ നെഞ്ചോട് പിടിച്ചുകൊണ്ട് ഞാൻ ആ മടിയിലേക്ക് ചുരുണ്ടു കിടന്നു. ഡാ അവരൊന്ന് വിളിച്ചു നോക്കിയേ. ഇവളും മടി കിടക്കുന്നതുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ വയ്യ. ഞാൻ വിളിച്ചു നോക്കാം. ഡാ നിങ്ങളെവിടെ എത്തി? ഞങ്ങളിപ്പോ ഉദുമൽപേട്ട എത്താറായി. അങ്ങനെ വഴിയിൽ നിന്നും അവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്രയായി. അവരെ കാറിന്റെ ഏറ്റവും ബാക്കിലേക്ക് ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്തു. അവർ പ്രണയ ജോഡികളല്ലാത്തതുകൊണ്ട് തന്നെ വഴക്കും കൂടിക്കൊണ്ട് അതേ ഇരിപ്പ് തുടർന്നു. ഡാ 2 എണ്ണം ഉറങ്ങിയെന്ന് തോന്നുന്നു. നമുക്കിറങ്ങി ഓരോ ചായയും കുടിച്ച് ഓരോ സിഗ് കത്തിച്ചാലോ? ഫൈസി, നീ കൂടുതൽ കത്തിക്കാൻ നിൽക്കാതെ വണ്ടി എടുത്തേ. വേണ്ട അല്ലേ? തൽക്കാലം വേണ്ട. പിന്നെ നീ ടൗണിലെത്തുമ്പോൾ ഏതെങ്കിലും ഷോപ്പിന്റെ മുന്നിൽ നിർത്തണം. ഇവളെ കുറച്ച് ഡ്രസ്സ് എടുക്കണം. അതൊക്കെ സെറ്റാക്കാം. എടാ ഈശ പറഞ്ഞ എന്ത് ശരിയാടാ. എന്നാ തണുപ്പാ, ഞാനിപ്പോ ഐസായി പോവും. ഇതൊക്കെയല്ലേ ഒരു ത്രില്ല്. റൂഹെ, ടെമ്പറേച്ചർ എത്രയാണ് കാണിക്കുന്നത്? എടാ 5 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഓഹോ, ചുമ്മാതെ അല്ല. ഒരു ചായയുമായി കുടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോഴും എന്റെ മടിയിൽ അതേ കിടപ്പ് അവൾ തുടർന്നു. പതിയെ ഞാൻ അവളുടെ കവളിൽ തലോടി.
എന്തുകൊണ്ടോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാനെന്ന് അടിച്ച കാര്യമൊക്കെ ഒരു മായ പോലെ കടന്നുപോയി. കിടക്കുന്നതിനിടയിൽ മാറിക്കിടന്ന അവളുടെ ഡ്രസ്സ് പിടിച്ച് നേരെ ഇട്ടുകൊടുത്തു. പിന്നെ അവിടെ വയറ്റിൽ കൂടി കൈയിട്ട് ഞാനിരുന്നു. പതിയെ എൻ്റെ കണ്ണുകളും അടഞ്ഞു തുടങ്ങി. ഡാ റൂഹേ, ഫൈസിയുടെ നിർത്താതെയുള്ള വിളി കേട്ടപ്പോഴാണ് ഞാൻ എണീറ്റ്. ഡാ ഷോപ്പെത്തി. ഒരു തുണിക്കടയിൽ മുന്നിലായി വണ്ടി നിർത്തിക്കൊണ്ട് അവനും ഫിദയും ഇറങ്ങി. രാത്രി 9 കട കടക്കുന്ന സമയമായിരുന്നത്. ഡാ വാ എണീക്ക്, നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? പതിയെ കണ്ണുകൾ തിരുമ്മി അവൾ എണീറ്റു. എവിടെ എത്തി? ഒരു 3 hour കൂടിയുണ്ട്, അപ്പോഴേക്ക് എത്തും. നീ വാ ഡ്രസ്സ് എടുക്കാം. ഊരിയിട്ടിരുന്ന് ചെരുപ്പിട്ടുകൊണ്ട് അവൾ ഡോർ തുറന്നിറങ്ങി. എന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഒന്നും മിണ്ടാതെ ഓരോന്നും നോക്കി നിന്നു. ഡാ ഈ ടോപ്പ് കൊള്ളാമോ? ഇതെടുക്കട്ടെ? ഉറക്കത്തിന്റെ അലസതയും തണുപ്പും എല്ലാം കൊണ്ട് അവളാകെ ടയേർഡായിരുന്നു. എനിക്ക് സ്ഥിരം ഡ്രസ്സ് എടുത്തിരുന്ന ആളല്ലേ, ഇഷ്ടപ്പെട്ട് എടുത്തോ. അതും പറഞ്ഞ് അവൾ എന്റെ തോളിലേക്ക് ചാരി. ഒരു നേർത്ത പുഞ്ചിരിയോടെ ഞാൻ 2-3 ടോപ്പും ലെഗിൻസും ഷോളും വാങ്ങി. പിന്നെ 2 സ്വെറ്ററും. അതെ ഇഷ, ഇത് മാത്രം മതിയോ? മതി. നിനക്ക് വേറൊന്നും വേണ്ടേ? ഇനി എന്താ വേണ്ടത്? ഉറക്കത്തിന്റെ ദേഷ്യത്തിൽ എന്റെ തോളിലേക്ക് മുഖം വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ ഞാൻ അവളെ ഇറുകെ പിടിച്ചു. നീ പൊട്ടി, ഉള്ളിലിടാനേ ഇന്നറൊന്നും വേണ്ടെന്നാ ഞാൻ ചോദിച്ചേ. പതിയെ അവളുടെ ചെവിയുടെ അടുത്തായി ഞാൻ പറഞ്ഞു. നിവർന്ന് നോക്കി എനിക്കൊരു ചമ്മിയ ചിരി തന്നു. വേണം. എന്നാ അതുകൂടി എടുത്തോണ്ട് വാ, ഞാൻ ബില്ലിടുന്നിടത്ത് കാണും. അതും പറഞ്ഞ് ഞാൻ പോയി. കുറച്ചു കഴിഞ്ഞതും അവൾ വന്ന് എൻ്റെ അടുത്ത് നിന്നു. എടുത്തോ? അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ആദ്യമൊക്കെ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും എൻ്റെ വയറ്റിൽ ഇറുകെ പിടിച്ചുകൊണ്ട് കിടപ്പ് തുടങ്ങി. ഒരു കുഞ്ഞിനെ കിടത്തുന്ന പോലെ ഞാൻ എൻ്റെ കയ്യിലേക്ക് കയറ്റി കിടത്തി. എൻ്റെ നെഞ്ചിൻ്റെ ചൂട് പറ്റി ഈ റൂഹിൻ്റെ പാതി. കുനിഞ്ഞ് ആ നെറുകയിലൊരു മുത്തം കൊടുത്തു. പതിയെ അവളുടെ മുടിയിൽ തലോടി ഞാനും ഉറക്കത്തെ തേടിപ്പോയി.